Hello foodies, welcome back. നമ്മുടെ കൊല്ലത്തും ഇനി കൊറിയൻ ട്രെൻഡ്. കൊറിയൻ ഡ്രാമാസും കൊറിയൻ സീരീസും മാത്രം മതിയോ? കൊറിയൻ ഫുഡും വേണ്ടേ? നമ്മുടെ നദാലയിൽ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ ഡിഷാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ഷെഫിനോട് ചോദിക്കാം. मेरा नाम है संजू कुमार और आज मैं ये बनाने वाला हूँ कोरियन गार्लिक चिली पोटैटो. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊറിയൻ ഗാർലിക് ചില്ലി പൊട്ടറ്റോ ആണ്. പ്യുവർ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആയിരിക്കും. ചിക്കൻ അല്ലാതെയുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇത്. പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. മാത്രമല്ല ഒരു കൊറിയൻ സ്റ്റൈലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന് പ്രിപ്പറേഷൻ കണ്ടാലോ? നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. Salt, white pepper, chopped garlic, chopped ginger, spring onion, celery seed, celery leaves, green chili, white chili, black color pepper, capsicum. ഉരുളക്കിഴങ്ങ് നമ്മൾ സ്മാഷ് ചെയ്ത് ബോയിൽ ചെയ്ത് അതിന് ഈ ഒരു ഷേപ്പിൽ സ്മൈലിയുടെ ഷേപ്പിൽ, സ്മൈലി ആയിട്ടില്ലെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എക്സ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡിഷാണെന്നാണ് നമ്മുടെ ഷെഫ് പറയുന്നത്. കുട്ടികൾക്ക് മെയിനായിട്ടും അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് സൺഫ്ലവർ ഓയിലിൽ ഇത് കുക്ക് ചെയ്യുന്നതെന്നാണ് ഷെഫ് പറയുന്നത്. पहला आप क्या क्या डाला है? जिंजर गार्लिक, चॉप ऑनियन. ये थोड़ा ब्राउन होने तक सॉट करेंगे. ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്യണം എന്നാണ് ഷെഫ് പറയുന്നത്. थोड़ा ग्रीन चिली चॉप को ऐड करनी है. ग्रीन चिली ഇതൊരു സ്റ്റാർട്ടർ ഡിഷാണ്. നമുക്ക് എന്തെങ്കിലും ഗ്രേവി ടൈപ്പ് അല്ലാതെ കുറച്ച് സ്നാക്സ് പോലെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഈ ഒരു ഡിഷ്. കുട്ടികൾക്കൊക്കെ ഫേവറേറ്റായി മാറാൻ ചാൻസ് ഉള്ളൊരു ഡിഷാണ്. സോ കൊല്ലത്തുള്ളവർക്ക് എല്ലാവർക്കും നദാലയിൽ നിന്ന് ഈ ഒരു ഡിഷ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. लाइट ब्राउन होने तक इसको सॉट करेंगे. ബ്രൗൺ ആകുന്നവരെ ഇതുപോലെ മിക്സ് ചെയ്യണം. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് അങ്ങനത്തെ ഒരു സ്റ്റാർട്ടർ ടൈപ്പ് പോലെ ഒരു യമ്മി സ്നാക്ക് പോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചറും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും വരിക. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ലഞ്ചിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, എന്ത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. ഈവനിങ് ടീ ബ്രേക്കിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. और इसमें थोड़ा गार्लिक चिली पेस्ट ऐड करें. ओके, गार्लिक चिली पेस्ट. നോർമൽ സ്പൈസ് ആണ്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. टोमेटो सॉस. ग्रीन चिली सॉस और टोमेटो सॉस दोनों डालते हैं. वाइट पेपर, സോൾട്ട്. ഈ ഡിഷിൽ നമ്മൾ നോർമലി കറികൾക്ക് ഇടുന്ന പോലെ ബ്ലാക്ക് പെപ്പർ അല്ല, വൈറ്റ് പെപ്പറാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നോർമൽ വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്.
ഇതിലേക്ക് നമ്മുടെ നേരത്തെ സ്മാഷ് ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പൊട്ടറ്റോ പീസസ് ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ക്യാപ്സിക്കം കളറിലുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളർഫുൾ ആയിട്ട് കാണുമ്പോൾ തന്നെ കൊറിയൻ ഡ്രാമാസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഡിഷ് പോലെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ കൊല്ലം നദാല ഇപ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ ഫുഡ്സിൻ്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. കൊറിയനും അതുപോലെ കേരള സ്റ്റൈലും ഫ്രഞ്ച് സ്റ്റൈലും അങ്ങനെ അതുപോലുള്ള ഒരുപാട് ക്യൂസീൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഓൾമോസ്റ്റ് നമ്മുടെ കൊറിയൻ ഡിഷ് ഇവിടെ റെഡിയാണ്. കാണുമ്പോൾ തന്നെ ഒരു കൊറിയൻ ഡിഷ് ഉണ്ടത്. നദാലയിലെ കൊറിയൻ ഡിഷായ ഗാർലിക് ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡിയാണ്. പ്ലേറ്റിൽ സെർവ്ഡ് ആണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പ്യുവർ വെജിറ്റേറിയൻസിനും എന്തുകൊണ്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബിക്കോസ് ഇത് പ്യുവർലി വെജിറ്റേറിയൻ ആണ്. മാത്രമല്ല ആഡഡ് കളേഴ്സോ അങ്ങനെയുള്ള കെമിക്കൽസോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം അത്യാവശ്യം വെജീസും അതുപോലെ പൊട്ടറ്റോ ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൻഡ് ഇറ്റ് ഓൾസോ ടേസ്റ്റ് നൈസ്. സൂപ്പർ.